സ്യമന്തകങ്ങൾ ഒട്ടേറെ സൂര്യനാവിഷ്കരിക്കവേ. രാവിലെ നമ്മളെണീക്കുക പൂക്കളിലൊക്കെ തുഷാരകണികൾ മഞ്ഞുതുള്ളികളിങ്ങനെ ഇറ്റിറ്റ് നിൽക്കും. പുതുമഞ്ഞ് കണം ചൂടി പുഞ്ചിരിക്കുന്ന പൂക്കളിൽ സ്യമന്തകമണി പുരാണത്തിൽ പഠിച്ചിട്ടില്ലേ? സ്യമന്തകമണി പോലെ സ്യമന്തകങ്ങൾ ആ വെള്ളത്തുള്ളി ഇങ്ങനെ ആടുകയാണ്, മണിയുടെ നാക്കാടുന്നത് മാതിരി. അതാണ് വിഭാവന. ഈ പൂക്കളിൽ പറ്റി നിൽക്കുന്ന തുഷാര കണികകൾ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ ആടുകയാണ്. കവി കാണുന്നത് എങ്ങനെയാണ്? പുതുമഞ്ഞു കണം ചൂടി പുഞ്ചിരിക്കുന്ന പൂക്കളിൽ സ്യമന്തകങ്ങൾ ഒട്ടേറെ സൂര്യനാവിഷ്കരിക്കവേ. സൂര്യരശ്മി വന്ന് പതിയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞത്? അമ്മ എങ്ങനെ പറയാമോ? അല്ല, ഒരാളൊരു കാര്യം ചോദിച്ചാൽ മറുപടി പറയണ്ടേ? സൂക്ഷിച്ച് നോക്കി കേൾക്കുകയാണോ വേണ്ടത്? അച്ഛനുണ്ടോയെന്ന് ചോദിച്ചു, അച്ഛനില്ലെങ്കിൽ ഇല്ല, ഉണ്ടെന്നൊക്കെ ഉണ്ടെന്ന് പറയണം. ഊണ് വെച്ചിട്ടില്ല, നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ആഴ്ച ഒരു തെങ്ങ് മറിഞ്ഞു വീണു. വീണപ്പോൾ അത് വന്ന് വീണത് ഒരു പാവത്തിൻ്റെ മുതുകത്താണ്. അപ്പോൾ ഒരു പശുവിൻ്റെ മുതുകത്ത്. പശു നഷ്ടമായി, അവൻ്റെ മുതുകം നഷ്ടമായി, കണ്ണാടി അതിലേക്ക്. എങ്ങനെയാണോ നിങ്ങളുടെ ഈ തെങ്ങ് വന്ന് വീണത്? എന്തൊരു സാറേ, തെങ്ങുകൾ വന്ന് നമ്മുടെ മണ്ടയ്ക്ക് വീണിട്ട് നമ്മുടെ നടുപൊടിഞ്ഞു. പോരാഞ്ഞിട്ട് നമ്മുടെ പശുവിൻ്റെ മണ്ടയ്ക്ക് വീണ്. എന്നിട്ട് പഞ്ചായത്ത് ഓഫീസർ പറയാണ് കാശ് തരില്ലെന്ന്, കള്ളൻ. എവിടുത്തെ ന്യായമാണ് സാർ? തെങ്ങ് മറിഞ്ഞു വീണിന് പഞ്ചായത്തിൽ നിന്ന് കാശ് തരണ്ടേ? എനിക്കാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി തന്നെ കുത്തിയിരിക്കാൻ പറ്റൂല. ഈ മനുഷ്യൻ്റെ ദുഃഖസ്ഥിതി മനസ്സിലാക്കി എന്തെങ്കിലും സഹായിക്കാൻ നിങ്ങൾ കണ്ണാടിയുടെ പ്രേക്ഷകർ തയ്യാറാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനാണോ പറയുന്നത്? കഴിഞ്ഞ മാസത്തെ കഥയെന്ന് പറയും. കഥ, ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ നായനാരും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെയാണ്. അതിൻ്റെ രാഷ്ട്രീയമായ രഹസ്യങ്ങളിലേക്ക് പോകാൻ കണ്ണാടിക്ക് താല്പര്യമില്ല. വണ്ടിച്ചെവികളാരും അയക്കരുത്. നമസ്കാരം.